ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു എന്താ പറയുക, ഒരു ജേർണലിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബുക്കിലാണ് ഞാൻ സാധാരണ ജേർണലിംഗ് ചെയ്യുന്നത്. ഫോട്ടോസ് ആണെങ്കിലും എന്താണെങ്കിലും ഞാനതൊരു മെമ്മറി കീപ്പിംഗ് ആയിട്ട് വെക്കുന്നത് ഈ ബുക്കിലാണ്. ഈ ബുക്ക് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ ഫാക്ടർ നോട്ട് ബുക്ക് എന്നാണ് ഇതിൻ്റെ പേരുള്ളത്. ഞാനിതിനോട് ലിങ്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു പഴയൊരു വീഡിയോയിൽ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ ഉണ്ടോ, ഇത് ഓൾറെഡി ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ മോള് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പേജ്, എൻ്റെ മോളാണ് കേട്ടോ ഇത്. അവൾ കളിച്ചപ്പം കീറിയതാണ് ഈ പേജ്. അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇതിപ്പം ചെയ്യാനായിട്ട് എനിക്കൊരു ഫോട്ടോ എന്തായാലും വേണം. ഞാനൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഫോട്ടോ ഒന്ന് പ്രിൻ്റ് കൊടുക്കട്ടെ, എന്നിട്ട് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ പ്രിൻ്റ് വരുന്നുണ്ട്. എന്നോട് കുറേ പേര് ഈ ഒരു പ്രിൻ്ററിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ നിന്നാണ് വാങ്ങിച്ചത്, എത്ര കോസ്റ്റ് ആയിരുന്നു എന്നൊക്കെ. ഇത് ഞാൻ ആമസോണിൽ നിന്നെങ്ങാണ്ടാണ് വാങ്ങിച്ചതെന്ന് എൻ്റെ ഓർമ്മ. അറൗണ്ട് 165 ദിർഹംസാണ് ഞാനിതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ ഇപ്പം ഞാൻ 2 ഫോട്ടോ കേട്ടോ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ മോളാണ്. ഇപ്പം മോൾക്ക് 2 years ആയി. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ ഫോട്ടോസ് നമുക്ക് ഒരു ജേർണലിങ് ചെയ്യാം ഇതിൻ്റെ അകത്ത്, ഈ ബുക്കിൻ്റെ അകത്ത്. അപ്പം ഞാൻ ഈ ഒരു കളക്ഷൻ യൂസ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ സ്റ്റാമ്പേറിയുടെ കളക്ഷനാണ്. അപ്പം ഇതിൽ നമുക്ക് പറ്റിയ വല്ല പേജസ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് ഈ ഒരു പേജ് എടുത്ത് നോക്കാം. ഇവിടെ നമുക്ക് ഫോട്ടോ ഇവിടെ വയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു മൊത്തം പേജ് തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇങ്ങനെ വെച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഫോട്ടോ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇത് ചെയ്തിട്ട് വയ്ക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഞാൻ നേരത്തെ എന്തിനോ വേണ്ടി യൂസ് ചെയ്തതായിരുന്നു. നമുക്കിത് മാറ്റാം. ഓക്കെ, നമുക്കിതിപ്പോൾ ഇനി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു എലമെൻറ്റ് എടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. കാരണം നമുക്ക് എന്താണെങ്കിലും പേജ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് മാച്ചിങ് ആയിട്ട് എടുത്തിട്ട് ഇവിടെ ഇടാൻ പറ്റുമെന്ന്. കുറേ ഡോസും ക്യാറ്റും ഫ്ലവറും ഒക്കെയാണ് ഉള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പുറത്ത് കാണുന്ന അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പം നമുക്കൊരിക്കലും അത് ഇവിടുന്ന് എടുക്കുമ്പം അയ്യോ ബാക്കിലെ ഡിസൈൻ പോകുമല്ലോ എന്നുള്ളൊരിത്. സാധാരണ നമുക്ക് ഇതുപോലത്തെ ഷീറ്റ്സിൽ വരുമ്പം ഇവിടെ ഒരു ഡിസൈനും ഇതിൻ്റെ തൊട്ട് പുറകിൽ വേറൊരു ഡിസൈനായിട്ടാണ് ഉണ്ടാവാറ്. അപ്പം നമുക്കൊരു വിഷമമായിരിക്കും, അയ്യോ ഇതെടുക്കുമ്പം അത് പോകുമല്ലോ എന്നുള്ളത്. ഇതിപ്പം 2 സൈഡും ഒന്ന് തന്നെയാണുള്ളത്. ഇത് തന്നെയാണ് ഇവിടെയുള്ളത്. അപ്പം നമ്മളിതിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കും ഫ്രണ്ടും എല്ലാം ഇതിൻ്റെ സെയിം ആയിട്ടാണ് ഈ ഡിസൈൻ ഉണ്ടാവും. പിന്നെ ഇപ്പം നമുക്കിതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരെണ്ണം എടുക്കാം എന്തായാലും.
ഇതെടുത്താലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്യാണ്. ഇനി നമുക്ക് ഈ ഒരു പൂച്ചക്കുട്ടീനെയും കൂടിയും ഈ ഒരു ഫ്ലവറും ഈ ഒരു പൂച്ചക്കുട്ടീനെയും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾമോസ്റ്റ് ഇപ്പം ഇങ്ങനെ പ്ലേസ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളത് പ്ലേസ് ചെയ്ത് എങ്ങനെ കാണുമ്പോഴാണോ ഭംഗി അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾക്കത് പ്ലേസ് ചെയ്താൽ മതി. ആദ്യമേ എല്ലാം എടുത്ത് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വെച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മളത് ആ ഒരു പാറ്റേൺ നമ്മൾ പ്രൊസീഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പൂച്ചക്കുട്ടീൻ്റെ ഇതിവിടെ വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് ഇച്ചിരി വലുതാണ് ഈ ഒരു ഫോട്ടോ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പം ഇനിയിപ്പോൾ ഇതിന് പകരം വേറെ എന്തെങ്കിലും നമുക്കിവിടെ ഒപ്പിച്ച് വെക്കാം. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു പെറ്റ് ടേപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ തന്നെ ഡിസൈനാണ്. ഞങ്ങൾ തന്നെ പ്രിൻ്റ് ചെയ്ത് സെല് ചെയ്യുന്നതാണ്. എൻ്റെ ക്രാഫ്റ്റ് ജീക്ക് എന്ന് പറയുന്നൊരു ബ്രാൻഡിലാണിത് സെല് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം പേജിലാണുള്ളത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഇപ്പോൾ കറൻ്റ്ലി നമ്മളെല്ലാം ഇൻ്റർനാഷണലി ഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഡിസൈൻ. ഓക്കെ, അപ്പം ഏതാണോ നമുക്ക് മാച്ച് ചെയ്യുന്നത് നോക്കിയിട്ട് അത് വയ്ക്കാം. ഈ ഒരു ഫ്ലവർ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഈ ഒരു ബ്ലൂ കളർ ഇതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് യൂസ് ചെയ്യാം. എന്താണെങ്കിലും ഇതും കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് മാച്ച് ആവുന്നതെന്നുള്ളത്. പിന്നെ ഞാനിതൊന്ന് സ്റ്റിക്ക് ചെയ്യാനുള്ളൊരു ഇതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ വെക്കുമ്പം ഭംഗിയുണ്ട് എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ വെക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഈ ജേർണലിങ് ചെയ്യുന്നതും ഈ ഒരു സ്ക്രാപ്പ് ബുക്കിംഗ് ചെയ്യുന്നതും ഒക്കെ ഒരു നല്ല എന്താ പറയുക ഒരു റിലാക്സിങ് ആയിട്ടുള്ളൊരു എനിക്കിതൊരു എന്താ പറയുക ഒരു തെറപ്പി പോലെയാണ്. അപ്പം എനിക്കിത് ചെയ്യുമ്പം എന്തോ ഒരു എന്താ പറയുക ഒരു സന്തോഷവും ഒരു ഇതൊക്കെ കിട്ടും, ഒരു ഹാപ്പിനെസ്സൊക്കെ കിട്ടും. അപ്പോൾ എനിക്കൊരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഫോട്ടോസും ഇങ്ങനെ മെമ്മറി കീപ്പിങ്ങും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും നമുക്കിപ്പോൾ ജസ്റ്റ് എന്താ പറയുക എന്തെങ്കിലും ഇങ്ങനെ എഴുതി വയ്ക്കുമോ, ഇതൊക്കെ നമുക്ക് ആക്ച്വലി ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഹോബി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇവിടെയുള്ള ഈ ഒരു ഇലകൾ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ വെക്കുമ്പം ഇവിടെ ആ ഇല ഇതായി നിൽക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് കട്ട് ചെയ്ത് കളയാമെന്ന്.
അപ്പോൾ അങ്ങനെയാണ് ഞാനത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് സ്റ്റിക്കർ പോലെയാണ് കേട്ടോ ഈ ഒരു ഫോട്ടോ പ്രിൻറ്റിങ് ഷീറ്റ് വരുന്നത്. കണ്ടോ, നമ്മൾ ജസ്റ്റ് പീൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഞാനിപ്പം പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഇതും കൂടിയും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമെന്ന്. ഓക്കെ, ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു പോർഷൻ കൂടി നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം നമുക്കിതൊന്ന് വേർഡിങ്സും ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. എൻ്റെ അടുത്ത് ഇതുപോലത്തെ കുറച്ച് ഡിസൈൻസുകളുണ്ട്. അത് ഓൾറെഡി കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഇത് ഞാൻ പണ്ട് വാങ്ങിയതാണ്. ജേർണൽസി എന്ന് പറയുന്ന വെബ്സൈറ്റ് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. എനിക്ക് ഈ ഗോൾഡ് ഫോയിലിംഗ് വരുന്ന സ്റ്റിക്കേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് നമ്മൾ എന്തെങ്കിലും ഒരു ജേർണലിങ്ങിലോ എന്തെങ്കിലും ഒരു സ്ക്രാപ്പ് ബുക്കിലോ അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയാണതിന്. അപ്പം ഞാനിതിൽ നിന്ന് കുറച്ച് ഈ ഒരു വേർഡ് കട്ട് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഫോട്ടോൻ്റെ സൈഡിൽ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഓക്കെ, ഇതുപോലെ ഒട്ടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനിയിപ്പോൾ താഴെയും നമുക്കൊന്നും കൂടി ഒരു വേർഡിങ്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടിയും സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് നീറ്റായിട്ടൊന്ന് എംബലിഷ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. അത് മാച്ച് ചെയ്യും എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ഇതിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു ബ്യൂട്ടി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്യാം എന്ന് വിചാരിച്ചത്. ഇത് നമുക്ക് എവിടെയെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് വെച്ച് നോക്കുക. നിങ്ങൾക്ക് എന്താണ് ഭംഗി എന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക. ഇതാണ് നമ്മൾ യൂഷ്വലി നമ്മൾ ജേർണലിംഗ് എന്ന് പറയുമ്പം നമുക്ക് ഇന്നത് ഇവിടെ വെക്കണം അല്ലെങ്കിൽ അത് അവിടെ വെക്കണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് എങ്ങനെ വെക്കുമ്പോഴാണ് ഭംഗി തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് എവിടെ വെക്കാനാണ് ഇഷ്ടം എന്ന് നോക്കിയിട്ട് ജസ്റ്റ് അത് വെച്ച് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാനിത് വെച്ചിട്ട് അവളുടെ പേര് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നന്ദു എന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ സ്റ്റിക്കർ ഞാനത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതൊക്കെ ഞാൻ ജേർണൽസേ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം ഇതിലേതാണ് കുറച്ചും കൂടി മാച്ചായിട്ടുള്ള വേർഡിങ് നോക്കിയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഒന്നും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമുക്കൊരു ബട്ടർഫ്ലൈയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് ആഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ സൈഡ് കുറച്ച് വെയിലടിക്കുന്നുണ്ട് ഇപ്പം, അപ്പം അതിൻ്റെയാണ് കേട്ടോ. അപ്പം എല്ലാവരും ജേർണലിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ബുക്കിൽ ചെയ്യുക. അപ്പോൾ ആ ബുക്ക് നമുക്ക് എപ്പോഴും ഇതുപോലെ ഒരു മെമ്മറി കീപ്പിംഗ് ആയിട്ട് നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.